ഷാജി പാപ്പനും പിള്ളേരും മൂന്നാമതും വന്നപ്പോൾ ആ പഴയ ഹ്യൂമർ, ആ പഴയ ഓട്ടം, ആ പഴയ മണ്ടത്തരങ്ങളെല്ലാം അതേപോലെ തന്നെ നിങ്ങളൊരു ആട് ഫ്രാഞ്ചൈസിയുടെ ഫാനാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കാരണം എവിടെയാണോ ആട് നിർത്തിയത് ആ സെയിം ക്യാരക്ടർ, സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനത്തെ ലെവലിലാണ് ഈ ആട് 3 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇത് പറഞ്ഞു പോകുന്നത്. ഇത് ഒരു 3 കാലഘട്ടത്തിന്റെ സ്റ്റോറികളാണ് പറഞ്ഞു പോകുന്നത്. ഷാജി പാപ്പന്റെ എൻട്രിയുടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്റെ മോനെ അതിപ്പോ കേൾക്കുമ്പോഴും എന്തോ ഒരു രോമാഞ്ചം തന്നെയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഇഷ്ടപ്പെട്ട എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാത്താൻ സേവിയറിന്റെ ആണ്. ഉയ്യോ അതൊരു രക്ഷയിലായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതും അതുപോലെ തന്നെ ഡ്യൂഡ്. ഉയ്യോ എന്നാ എൻട്രി ആയിരുന്നു, അങ്ങനത്തെ സീനായിരുന്നു ആ സാധനം. നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്ഡ് ആയിട്ടുള്ള കിട്ടിലൻ ഓഡിയൻസ് ഉള്ള തിയേറ്ററിൽ പോയിരുന്ന് കാണാം. എൻ്റെ മോനെ ആ ബഹളത്തിന്റെയും ആ കയ്യടിയുടെ ഇടയിൽ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു കംപ്ലീറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുമാണ്. നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ അർമാദിച്ച് കാണാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ പടം തോന്നിയത്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഈ ആട് 1ഉം ആട് 2ഉം എല്ലാം മെയിൻ ആയിട്ട് ഹ്യൂമറാണ് അവരുടെ മെയിൻ ഒരു സബ്ജക്റ്റ്. ആ ഒരു സംഭവം ഈ 2026ലും ആ ടൈമിംഗ് ആയിട്ടുള്ള ഹ്യൂമർ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ചില്ലറ പരിപാടി. പക്ഷെ ഇതിൽ അത് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം മൊത്തം കണ്ടു കഴിഞ്ഞപ്പം നല്ല ചിരിച്ച് മറിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഒരു ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളും പടം കണ്ടവരാണല്ലോ അഭിപ്രായം കമന്റ് ചെയ്യാം.